നമസ്കാരം മാന്യമിത്രങ്ങളെ. ഈ സമയമില്ല എന്ന ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം എന്ന ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തിരക്കാണ്, സമയമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യം ഇന്നലെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. വെറുതെ ഇരിക്കുകയാണെങ്കിലും സമയമില്ലെന്ന് പറയുന്നവരുടെ എണ്ണം കൂടുക, അതൊരു പല്ലവിയാണ്, ഒരു ശീലമായി മാറി. ഇന്നലെ ഒരു കാര്യത്തിനായി എൻ്റെ ഗ്രാമത്തിലെ ഒരാളെ ഞാൻ സമീപിച്ചപ്പോൾ അയാൾ പറയുകയാണ്, ഈ മഴയൊക്കെ ഒന്ന് തീരട്ടെ മാഷേ, ചിങ്ങം പിറക്കുമ്പോൾ നമുക്കത് ഭംഗിയായി ചെയ്യാമെന്ന് പറഞ്ഞ് അയാൾ പോയത് എങ്ങോട്ടാണെന്നറിയോ? കള്ള് ഷാപ്പിലേക്കാണ് പോയത്. നോക്കണേ, സമയമില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു സംഭവ കഥ ഓർമ്മ വരികയാണ്. ഒരു ഗ്രാമത്തിൽ ഒരമ്മയും മകനും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് മകനോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മകൻ വലുതായപ്പോൾ അമ്മ അവനോട് ചോദിച്ചു, മോനെ, ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി സമ്പാദിച്ചു, മോൻ ഇത്രയും സമ്പാദ്യം മതിയോ? മകൻ നിറകണ്ണുകളോടെ അമ്മയോട് പറയുക, അമ്മ എനിക്ക് വേണ്ടി സ്വത്തുക്കൾ ഉണ്ടാക്കിയത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ ചെറുതായിരുന്നപ്പോൾ അമ്മ എൻ്റെ കൈ പിടിച്ചൊരു നിമിഷം നടന്നിരുന്നെങ്കിൽ ആ നിമിഷമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സമ്പത്ത്. ഇനി ആ സമയം ആ ചെറുക്കന് കിട്ടുമോ? തിരികെ ലഭിക്കില്ലല്ലോ. നഷ്ടപ്പെട്ട നിമിഷങ്ങൾ തിരികെ ലഭിക്കില്ലെന്ന് നമുക്കറിയാം, അത് ഉറപ്പാണ്. സമയം പുഴയെ പോലെയാണ്, അത് മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും, തിരികെ വരില്ല താനും. ലോകത്തിലെ മഹാന്മാർക്കും സാധാരണക്കാർക്കും ഒക്കെ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആർക്കും ഒരു സെക്കൻഡ് പോലും കൂടുതലോ കുറവോ ഇല്ല. മഹാന്മാര് സമയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഒരു 2 മണിക്കൂർ മുമ്പ് ഞാൻ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് നോക്കാം. റിച്ച് ഡാഡ് പുവർ ഡാഡ്. നോക്കൂ, റിച്ച് ഡാഡ് പുവർ ഡാഡ് ഈ പുസ്തകത്തിലാണ്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, റെഫർ ചെയ്യാൻ വേണ്ടിയാണ്. അയ്യോ, അത് കാണുന്നില്ലല്ലോ. അത് കുഴപ്പമില്ല, സാരമില്ല. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ തിരക്കുള്ളവരുണ്ടല്ലോ, അവർ സാധാരണ സമയമില്ലെന്ന് പറയാറുണ്ടോ? തേനീച്ചയ്ക്ക് കരയാൻ സമയമില്ലെന്ന് പറഞ്ഞതുപോലെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിൽ അത് തിരക്കുള്ളവനെ ഏൽപ്പിച്ചേക്കുക. തിരക്കില്ലാത്തവനെ ഏൽപ്പിക്കാൻ പോകരുത്. തിരക്കില്ലാത്തവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ വെച്ച് താമസിപ്പിക്കും. ഐ ആം വെരി ബിസി എന്നൊക്കെ പറഞ്ഞളയും. സമയമില്ലെന്ന് ഒരാൾ പറയുമ്പോൾ നാം എന്ത് അർത്ഥമാണ് അതിന് കൊടുക്കേണ്ടത്? അയാൾക്ക് സമയം ക്രമീകരിച്ച് പ്രവർത്തിക്കാൻ, പാകപ്പെടുത്തി പ്രവർത്തിക്കാൻ അറിയില്ല എന്നല്ലേ? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സമയം പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അതിനാണല്ലോ ഈ ടൈം മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ഒന്നിനും സമയമില്ലെന്ന് പലരും പറയുന്നത് വാസ്തവത്തിൽ സമയമില്ലാത്തത് കൊണ്ടാണോ? ഈ കാര്യം ഇന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. എന്തിനാണ് സമയം ഉണ്ടായിട്ടും സമയം തീരെ ഇല്ലെന്ന ഒഴിവൊഴിവുകൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. സമയം കൊല്ലുന്ന സമീപനത്തിന് പകരം സമയം ക്രമീകരിച്ച് പ്രവർത്തിച്ചാൽ സമയം കിട്ടില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ പറയൂ, ഈ സമയത്തെ വെറും പാഴാക്കി കളയുന്നവരല്ലേ പിന്നീട് സമയമില്ല എന്ന് പറയുന്നത്? സത്യമല്ലേ? എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ട്രെയിൻ യാത്രകളിൽ ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിൽ ഞാൻ പുസ്തക വിൽപ്പനക്കാരനായിട്ടുണ്ട്. 50 മണിക്കൂർ തുടർച്ചയായി ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് പുസ്തകങ്ങൾ സമർപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ പറയുക, വായിക്കാൻ സമയമില്ലല്ലോ, ഐ ആം വെരി ബിസി. എത്ര പേര് എനിക്കറിയാം. പുസ്തകം വാങ്ങിയവരെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നും അതിൽ 2 പേര് പറഞ്ഞു ഇന്നും ഞാൻ ഓർക്കുക. അവരെന്നാ പറഞ്ഞെന്നറിയോ? സാറേ, എൻ്റെ വീട്ടിൽ 80,000 രൂപ മുടക്കി LED ടെലിവിഷൻ വാങ്ങി വെച്ചിട്ടുണ്ട്, അതുപോലും കാണാനുള്ള സമയം എനിക്കില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ താങ്കളുടെ പുസ്തകം വായിക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ശരിയല്ലേ? വെറുതെ ഇരുന്നുകൊണ്ട് മസിൽ പിടിച്ച് പറയുകയാണ്. ഈ സമയം എന്നത് അത് മുൻഗണനാക്രമം ചിട്ട ഒപ്പിച്ച് സമയം പാലിച്ച് നീങ്ങിയാൽ സമയം കിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? പറയൂ നിങ്ങൾ.
എല്ലാം വാരിക്കൂട്ടാൻ തന്ത്രപ്പെടുന്ന പലരും ഒന്നും വേണ്ട വിധം ചെയ്തു തീർക്കാതെ പഴി കേൾക്കാറില്ലേ? നമ്മളെയൊക്കെ എത്രയോ പഴി കേട്ടിട്ടുണ്ടല്ലേ? സമയമില്ലെന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്നവർ പൊതുവെ വിജയിക്കാറില്ല. വിജയിക്കാറുണ്ടോ? വെറുതെ ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവന് ഡിമാൻഡ് ഇല്ലാത്തതുപോലൊരു ഫീലിംഗ് അനുഭവപ്പെടുന്നത്, ഒരു തോന്നൽ അനുഭവപ്പെടുന്നത്. മനസ്സിനുള്ളിൽ സ്ഥാനമില്ലാത്തവർക്ക് നമ്മളെ കാണാനുള്ള സമയമുണ്ടോ? സമയമില്ല. അതായിരിക്കാം അവൻ തിരക്കിലാണെന്ന് പറയുവാനുള്ള ഒരു കാരണം. സമയമില്ല എന്ന് പറഞ്ഞാൽ മനസ്സില്ല എന്നല്ലേ വായിക്കേണ്ടത്? പക്ഷെ അയാൾക്ക് പ്രിയപ്പെട്ടത് ചെയ്യാൻ സമയമുണ്ടല്ലോ. അതെങ്ങനെയുണ്ടായി? സത്യത്തിൽ അങ്ങനെയുള്ളവർ പൊതുവെ സന്തോഷവാന്മാരായിരിക്കില്ല. കാരണമുണ്ട്. ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നതിലല്ല. പിന്നെയോ എന്താണ് നാം ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യുന്നതിലാണ് സന്തോഷത്തിൻ്റെ രഹസ്യം കുടികൊള്ളുന്നത്. അത് ഈ കൂട്ടർക്ക് മനസ്സിലാക്കുന്നുമില്ല. സമയമില്ലെന്ന് പറയുന്നവരാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ടായി. വൈകുന്നേരം 5 മണി ആയപ്പോൾ, ഇപ്പം നല്ല മഴക്കാലം കേട്ടോ, എൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ ബാറ്ററി വീക്ക് ആയതുപോലെ എനിക്ക് തോന്നി. അതൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ബന്ധപ്പെട്ട ബാറ്ററി റിപ്പയർ കടയിൽ ചെന്നു. അപ്പോൾ അയാൾ പറയുന്നത്, വലിയ മഴ വരുന്നു, മഴക്കാർ വെച്ച് കയറുന്നു, തന്നെയല്ലേ എനിക്ക് കുറെ തിരക്കുമുണ്ടെന്ന്. അതുകൊണ്ട് നാളെ ഒരു 9 മണിയാകുമ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞു. കടയിലാണെങ്കിൽ ഒരു തിരക്കുമില്ല, കൂടി വന്നാൽ 10 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. ഈ സമീപന രീതിയൊക്കെ സാമൂഹ്യ നിലവാരത്തെ നശിപ്പിക്കുന്നതാണ് അല്ലേ? ഇതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ചിലരുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്നവരെ നേരത്തെ പോയി കാണാതെ പിന്നീട് അവസരം കിട്ടാതെ വരുമ്പോൾ മനസ്താപപ്പെടും. പിന്നെ ആകട്ടെ എന്നൊക്കെ കരുതുന്നവർ ഒന്ന് ഓർക്കണം, കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കൂ. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യണമെന്ന മൊഴിയുടെ സാരവും ഇത് തന്നെയാണ്. അതുകൊണ്ട് സമയം ഉണ്ടാക്കാനായി ചില കാര്യങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് നിർത്താം. ആദ്യമേ തന്നെ സമയം പാഴാക്കരുത് എന്ന കാര്യം മനസ്സിൽ എപ്പോഴും ഉറപ്പിച്ച് കരുതുക. സമയം കൊല്ലികളെ അങ്ങോട്ട് മാറ്റി നിർത്തണം. ഇങ്ങനെയുള്ളവർ എവിടെയും കുറച്ചു പേരുണ്ടാവും. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ സമയത്തിന് പ്രാധാന്യവും ഉണ്ടാകും. ശരിയാണോ? നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ എഴുതി പ്രാവർത്തികമാക്കിയാലോ? അതായത് മസ്റ്റ് ഡു, ഷുഡ് ഡു ആൻഡ് നൈസ് ഡു. ഈ ക്രമത്തിൽ ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ ക്രമീകരിക്കാം. സമയമാണ് നിങ്ങളുടെ പണം. ടൈം ഈസ് മണി. അതാണ് നിങ്ങളുടെ സമ്പത്ത്. സദാസമയവും പ്രവർത്തന നിരതനാകുന്നത് നല്ലതാണ്. എങ്കിലും വിശ്രമം, വിനോദവും ഉറക്കം എന്നിവയ്ക്ക് സമയം കണ്ടെത്തണം. വാട്സപ്പിൽ ചാറ്റിങ്ങും സർഫിങ്ങും ചെയ്യാൻ നമുക്ക് ധാരാളം സമയമുണ്ടല്ലോ. എത്ര സമയം വേണമെങ്കിലും വാട്സപ്പിൽ കുത്തിപ്പിടിച്ചിരിക്കും, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നാട്ടുകാർക്കോ ഒരു പ്രയോജനമില്ല. ചുമ്മാ ചാറ്റിങ്ങും സർഫിങ്ങും. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് സമയ വിനിയോഗത്തെക്കുറിച്ച് ഒരു സ്വയം പരിശോധന നടത്തുക. ഒരു ചിലവുമില്ല. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഫലപ്രദമായി എത്ര മണിക്കൂർ സമയം നാം വിനിയോഗിച്ചു എന്ന് വിലയിരുത്തുക. സമയത്തെ ശരിയായി വിനിയോഗിക്കാനുള്ള കലയാണ് നമുക്ക് വേണ്ടത്. അതില്ലെങ്കിൽ നാം പെട്ടുപോകും. ആമയെ പരിചയമുണ്ടല്ലോ. ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിയ ആമ ഓട്ടക്കാരൻ മുയലിനെ കടത്തി വെട്ടിയതുപോലെ. ചെറുപ്പത്തിൽ പഠിക്കുന്നതാ. നാളെ ചെയ്യേണ്ടത് എന്താണെന്ന് ഇന്ന് തന്നെ തീരുമാനിച്ച് സജ്ജമാക്കുക. അത് കൃത്യമായും കണിശമായും ചെയ്യുക. സമയം തികയുന്നില്ലെങ്കിൽ ഉറക്കത്തിൽ നിന്നും അല്പം കടമെടുത്താലും കുഴപ്പമൊന്നുമില്ലെന്നേ. 8 മണിക്കൂർ ഉറക്കം എന്നത് 7 മണിക്കൂർ എന്നാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ജപ്പാൻകാരൊക്കെ 20 മണിക്കൂറും അധ്വാനമാണ്. വെറും 4 മണിക്കൂർ മാത്രമേ അവർ ഉറങ്ങുന്നുള്ളൂ. ആ ഉറക്കം നല്ല ഉറക്കമായിരിക്കും. ഒരു കൊതു പോലും അവരെ കടിക്കില്ല. നല്ല കംഫർട്ടബിൾ ഉറക്കം. അതാത് സമയങ്ങളിൽ അതാത് കാര്യങ്ങൾ ചെയ്യാൻ ശീലിച്ചാൽ ഏകാഗ്രത തനിയെ വന്നുകൊള്ളും. അതില്ലാതെ വരുമ്പോഴാണ് സമയം തികയാതെ വരുന്നത്.
കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ തടസ്സമായി നിൽക്കുന്ന കാര്യം എന്താണെന്ന് നാം തന്നെ കണ്ടുപിടിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? സമയക്രമീകരണം നടക്കും. എന്താണെങ്കിലും മറ്റൊരാളുടെ സമയം അപഹരിക്കാതിരിക്കുക. നിങ്ങളുടെ സമയം അപഹരിക്കാൻ വരുന്നവരെ അകറ്റി നിർത്തുക. പോയ സമയത്തെക്കുറിച്ച് വ്യാകുലപ്പെടാതെ കിട്ടുന്ന സമയം ഫലപ്രദമായി ഉപയോഗിക്കുക. പല കാര്യങ്ങളെടുത്ത് തലയിൽ വയ്ക്കാതെ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക. കൺഫ്യൂഷൻ ഒഴിവാക്കിയേക്കുക. നമുക്ക് സമയം ലഭിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്ന രീതിയാണ് ജീവിതത്തിലെ അച്ചടക്കം എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സമയ വിനിയോഗ കല വലിയ സമ്പത്ത് തന്നെയാണ്. അത് ഏത് വിധേനയും ആർജിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശയുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.